വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നന്ദനാരുടെ നോവലിന്റെ രണ്ടാമത്തെ അധ്യായം 2:45 എന്ന അധ്യായമായിരുന്നു പറഞ്ഞത്. കൂടാതെ ദുഃഖം എന്ന 3-ാം അധ്യായത്തിന്റെ കുറച്ച് ഭാഗങ്ങളുമായിരുന്നു പറഞ്ഞിരുന്നത്. നോവലിന്റെ വായനയിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം ഞാനൊന്ന് ക്രോഡീകരിക്കട്ടെ. കടുത്ത ദാരിദ്ര്യം, അതുണ്ടാക്കുന്ന അപമാനം, അതാണ് അനുഭവങ്ങൾ എന്ന നോവലിന്റെ 2ഉം 3ഉം അധ്യായങ്ങളിലെ പ്രമേയം തന്നെ. 2:45 എന്ന അധ്യായത്തില് ദാരിദ്ര്യം കൊണ്ട് വിശന്ന് വലഞ്ഞ ഗോപി എന്ന 18 വയസ്സുകാരന്റെ വളരെ നിസ്സഹായമായ അവസ്ഥയാണ് പ്രതിപാദിക്കുന്നത്. വിശന്ന് വലഞ്ഞ് ഭക്ഷണം തേടി നടക്കുന്ന മൃഗങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട്. മനുഷ്യനും ആ മൃഗങ്ങളുടെ കൂട്ടത്തിലേക്ക് വരുന്നുണ്ട്. ഇവിടെ ഗോപി വലത്തോട്ടോ ഇടത്തോട്ടോ എന്നറിയാതെ നടന്ന് വലത്തോട്ട് തിരിഞ്ഞു നടന്ന് അപ്പോൾ എതിരെ വരുന്ന അപ്പുണ്ണിമാരാരുടെ കയ്യിൽ നിന്ന് കിട്ടുമെങ്കിൽ കിട്ടട്ടെ എന്ന് കരുതി 2:45 തരുമോ എന്ന് ചോദിക്കുന്ന രംഗമുണ്ട്. എന്തിനാണ് 2:45 എന്ന് ഭാഗ്യം കൊണ്ട് അപ്പുണ്ണിമാരാർ ചോദിക്കുന്നില്ല. പകരം അദ്ദേഹം 2:45 എടുത്ത് ഗോപിക്ക് കൊടുത്തു. ആ 2:45 കൊണ്ട് റവയും ശർക്കരയും വാങ്ങിയിട്ട് വീട്ടിലേക്ക് വരുന്ന അമ്മയെ കൂടി ഓർത്തത് കൊണ്ടാണ് അദ്ദേഹം വീട്ടിലേക്ക് വരുന്നത്. പിന്നെ അവര് ചായ വെക്കുന്നത് അടുത്ത വീട്ടിലെ സമ്പന്ന ഗൃഹത്തിൽ നിന്ന് ചായച്ചണ്ടി, അവര് കളയാൻ ഉദ്ദേശിച്ച ചായച്ചണ്ടി വാങ്ങിയിട്ടാണ് ചായ കാച്ചുന്നത്. ആദ്യം മുതൽ അവസാനം വരെ കടുത്ത ദാരിദ്ര്യവും അതിനെതിരെയുള്ള സന്ധിയില്ലാത്ത സമരവും, അതിൽ അദ്ദേഹം വിജയിക്കുന്നുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. ഏകദേശം ആ ദാരിദ്ര്യത്തിൽപ്പെട്ട് പൊട്ടിയും തകർന്ന് മുന്നോട്ട് പോകുന്ന മനുഷ്യ ജീവിതങ്ങളെ കുറിച്ചാണ് അനുഭവങ്ങൾ എന്ന നോവൽ പ്രതിപാദിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് അനുഭവം തന്നെയാണ്, തീക്ഷ്ണമായ അനുഭവമാണ്. 3-ാമത്തെ അധ്യായത്തിന്റെ പേര് ദുഃഖം എന്ന് തന്നെയാണ്. കള്ളക്കർക്കിടകം എന്ന് പറഞ്ഞു തുടങ്ങുന്നു. ഇതിലും ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള ദാരിദ്ര്യത്തിന്റെ, അപമാനത്തിന്റെ അനുഭവ കഥനം തന്നെയാണ് ഉള്ളത്. പ്രത്യേകിച്ച് ഒന്നും പറയണമെന്നില്ല, കേൾക്കുകയാണ് പ്രധാനം. കാരണം അനുഭവത്തിന്റെ തീക്ഷ്ണത മാത്രമാണ് അനുഭവങ്ങൾ. അനുഭവങ്ങൾ എന്ന നോവലിന്റെ 38-ാം പേജിൽ നിന്ന് തുടർ വായന നടത്തുകയാണ്. ടെക്സ്റ്റ് മുന്നിൽ വെച്ചുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചേക്കുക. അമ്മ അതിന് മറുപടി എന്നോണം ഒരു ദീർഘനിശ്വാസം ഇട്ടു. എന്നിട്ട് അടുപ്പത്തു നിന്ന് ചെമ്പ് വാങ്ങി വെച്ചു. ഒരു പഴയ ടിന്നിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന 5 പപ്പടം എടുത്തു, ചുട്ടു. മറ്റൊന്ന് ടിന്നിൽ സൂക്ഷിച്ചിരുന്ന ഒരച്ച് ശർക്കരയും പുറത്തെടുത്തു. ചായ വെള്ളം 3 ഗ്ലാസുകളിൽ ഒഴിച്ചു. ഒന്ന് ഗോപിക്ക്, ഒന്ന് രാമൻകുട്ടിക്ക്, ഒന്ന് അമ്മയ്ക്ക്. പപ്പടം 2 ഗോപിക്ക്, 2 രാമൻകുട്ടിക്ക്, 1 അമ്മയ്ക്ക്. ശർക്കര 3 കഷ്ണമാക്കി ഓരോരുത്തർക്കും ഓരോ കഷ്ണം വീതം. രാമൻകുട്ടിയെ വന്നോ? രാമൻകുട്ടി ഓടി വന്നു. കട്ടൻ ചായ, ചുട്ട പപ്പടം, 1 കഷ്ണം ശർക്കര. അത് 3 പേരും ബുഭുക്ഷതയോടെ അകത്താക്കി. മൂവരിലും ഒരു നവോന്മേഷം നാമ്പെടുത്തു. ചെമ്പും ഓട്ടുഗ്ലാസുകളും മോറിക്കമഴ്ത്തി അമ്മ അടുക്കളയിലെ വാതിലടച്ചു. ഐക്കോലിൽ ഉണങ്ങാനിട്ടിരുന്ന മുണ്ടെടുത്ത് കൊടുത്ത് തോർത്ത് മുണ്ടുകൊണ്ട് പൊതിച്ചു. ഗോപിയെ, പുറപ്പെട്ടോ? പുറപ്പെടാൻ എന്തിരിക്കുന്നു? സ്കൂളിൽ പഠിച്ചിരുന്നപ്പോഴത്തെ ആ
ഇറക്കമില്ലാത്ത വരയൻ ഷർട്ടെടുത്ത് ധരിച്ചു. മാളുക്കുട്ടി നാലുകെട്ടിൽ നിന്ന് ഓടിയെത്തി. കുട്ടിയോളെ, സ്കൂൾക്ക് റോഡിന്റെ അരികിൽ കൂടി പോണേ, അമ്മ രാമൻകുട്ടിയെയും മാളുക്കുട്ടിയെയും ഓർമ്മിപ്പിച്ചു. ആകാശത്തേക്ക് നോക്കി. തെളിഞ്ഞ ആകാശം. മഴ പെയ്യുന്നെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് നാലുകെട്ടിൽ പോയി കുട ചോദിക്കാതെ കഴിഞ്ഞു. അമ്മ പുറപ്പെട്ടു മുറ്റത്തേക്ക് ഇറങ്ങി. പിറകെ ഗോപിയും. പടി കടന്നപ്പോൾ ശകുനം മൊട്ടച്ചി അമ്മ അമ്മിയാരാണ്. എങ്കെ പോറേണ്ടി? ഒരിടത്തറ്റം. അത് തെരിഞ്ചാച്ച്. എടുത്തേക്ക് പേരില്ലവാ? അതൊക്കെ പോയി വന്നിട്ട് പറയാം. ശരി. അവർ കുറച്ചകന്നു പോയപ്പോൾ അമ്മ പറഞ്ഞു, മൊട്ടച്ചി അമ്മയാരെ ശകുനം കണ്ടാൽ നന്നല്ല. അങ്ങാടി കഴിഞ്ഞ് ഒരു കയറ്റവും ഇറക്കവും പിന്നൊരു കയറ്റവും പിന്നിട്ടപ്പോൾ കൊടുണ്ണിമരങ്ങൾ മാത്രം വളരുന്ന ഒരു തൊടിയും വീടും കണ്ടു. ചക്കോത്ത് തൊടിയിൽ സെയ്താലവിയുടെ വീടാണ്. തൊടിയിലേക്ക് നോക്കുമ്പോൾ തന്നെ പേടി തോന്നും. സെയ്താലവി വീട്ടിലുണ്ടോ ആവോ? ഒരു ഗ്ലാസ് കട്ടൻ ചായയുടെയും 2 ചുട്ട പപ്പടത്തിന്റെയും ശക്തി കൊണ്ടാണ് നടക്കുന്നത്. അമ്മയ്ക്കാണെങ്കിൽ പപ്പടം ഒന്നേ കിട്ടിയിട്ടുള്ളൂ. കുണ്ടും കുഴിയും ചരൽക്കല്ലുകളും നിറഞ്ഞ റോഡ്. മഴക്കാലമായതുകൊണ്ടാവാം റോഡിന് ഇത്രയും ദയനീയാവസ്ഥ. ഗോപി അമ്മയുടെ പിറകെ നടന്നു. അധികാരി നമ്പൂതിരി ഇല്ലത്ത് തന്നെ ഉണ്ടാവില്ലേ ആവോ? ഉണ്ടാവാതിരുന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള നടത്തം മിച്ചം. ഉണ്ടാവാതിരിക്കില്ല. നികുതി പിരിവൊന്നുമുള്ള കാലമല്ലല്ലോ ഇപ്പോൾ. ബഹുയോഗ്യനാണ് അധികാരി നമ്പൂതിരി. 10 വിരലുകളിലും മോതിരം, അരയിൽ പൊന്നിന്റെ നൂല്, തുടുതുടുത്ത നിറം, ഒത്ത ഉയരം, ഉയരത്തിനൊത്ത തടി, എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന സ്വഭാവം. പണ്ട് നാട്ടിൽ പൂരക്കാലം മുഴുവനും അധികാരി നമ്പൂതിരിയുടെ താമസം പത്തായപ്പുരയുടെ മുകളിലാണ്. പൂരത്തിന്റെ തലേ ദിവസം തന്നെ എത്തും. അന്നു മുതൽ ഊണ് എമ്പ്രാന്തിരിയുടെ മഠത്തിൽ ഏൽപ്പിക്കും. ചായ പലഹാരം കൃഷ്ണസ്വാമി അയ്യരുടെ മഠത്തിലും. ഉച്ചയ്ക്ക് പൂരത്തിന് ശേഷം എമ്പ്രാന്തിരിയുടെ മഠത്തിൽ നിന്ന് ഊണ് കഴിഞ്ഞു വന്നാൽ വൈകുന്നേരം അമ്പലത്തിൽ ചാക്യാർകൂത്ത് തുടങ്ങുന്നത് വരെ പത്തായപ്പുരയുടെ മുകളിൽ ചതുരംഗക്കളിയുടെ ബഹളമാണ്. നമ്പൂതിരിമാരുടെ തിരക്കോട് തിരക്ക്. വലിയമ്മയുടെയും ചെറിയമ്മയുടെയും കുട്ടികളുടെ അച്ഛൻ നമ്പൂതിരിമാരുണ്ടാവും. കളിയോഗത്തിൽ എല്ലാവിധത്തിലും യോഗ്യൻ അധികാരി നമ്പൂതിരി തന്നെയായിരുന്നു. ഗോപി ചോദിച്ചു, അധികാരി നമ്പൂതിരിയോട് അമ്മ എന്താ ചോദിക്കുക? 5 പറ നെല്ല് കിട്ടിയാൽ വേണ്ടില്ല എന്ന്. തരുമോ? 5 ചോദിച്ചാൽ 3 തരാണ്ടിരിക്കോ? കിട്ടിയാൽ എങ്ങനെയാ കൊണ്ടുവരിക? അതിനൊക്കെ വഴിയില്ലാണ്ടിരിക്കയോ? ഇല്ലത്ത് വാലിക്കാരുണ്ടാവില്ലേ? ഇരുഭാഗത്തും നീണ്ടുപരന്ന കിടക്കുന്ന പാടങ്ങൾ, പാടത്തിന്റെ അതിരുകളിൽ വീടുകൾ, ഓടിട്ട വീടുകൾ, വൈക്കോൽ മേഞ്ഞ വീടുകൾ. കുറെ ചെന്നപ്പോൾ ഒരു ഓവുപാലത്തിന്മേൽ അമ്മ ഇരുന്നു. ഗോപിക്കും ഒന്നിരിക്കണമെന്നുണ്ടായിരുന്നു. അമ്മ ഇരുന്നത് നന്നായി. ഗോപിയും ഇരുന്നു. ഇപ്പോൾ എത്ര നാഴിക പോന്നു കാണും? 4 ചില്ലാനം നാഴിക. ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് ഗോപി പറഞ്ഞു, കണ്ണ് എട്ടടയ്ക്കണം, വയറ്റിലൊന്നും ഇല്ലാഞ്ഞിട്ടാവും. അമ്മയും മകനും മുഖത്തോട് മുഖം നോക്കി. ഗോപി വിചാരിച്ചു, ഒരുപക്ഷെ അധികാരി നമ്പൂതിരി ഇല്ലെങ്കിൽ ഊണെങ്കിലും കിട്ടാതിരിക്കുമോ? എത്ര ദിവസമായി സുഖമായി ഒന്ന് ഊണ് കഴിച്ചിട്ട്. ഒരു കാര്യം തീർച്ച, ഊണ് കഴിക്കാൻ തിരിച്ചു നടക്കാൻ വയ്യ. അമ്മ ഇല്ലത്തെ ആത്തന്മാരെ എല്ലാം അറിയില്ലേ? പിന്നില്ലാതെ എന്ത് ചോദിക്കാൻ? വെറുതെ ചോദിച്ചു എന്ന് മാത്രം. ഗോപിക്ക് സമാധാനായി. ആത്തന്മാരുമായി പരിചയമുള്ളത് കൊണ്ട് ചോറ് കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പിക്കാം. ശരി, നടക്കില്ലേ? അമ്മ മൂളിക്കൊണ്ട് എഴുന്നേറ്റു. എങ്ങനെയെങ്കിലും ഇല്ലത്തൊന്ന് എത്തണമല്ലോ. നടക്കുവോ തന്നെ? നടന്നു. പിന്നെയും കുറേ നടന്നപ്പോൾ അമ്മ ഇടത്തോട്ട് നോക്കി. അതാ ആ കാണുന്നതായില്ല. ഗോപി നോക്കി. പാടത്തിന്റെ നടുക്കാണില്ല. റോഡിൽ നിന്ന് പാടത്തേക്ക് കിടക്കാൻ ഒരു മുളമ്പടി കടന്നാൽ വീതിയുള്ള ഒരു വരമ്പ് ഇല്ലത്തിന്റെ പടിപ്പുര മാളികയിൽ ചെന്ന് അവസാനിക്കുന്നു. ആശ്വാസത്തോടെ മുളമ്പടി കടന്ന് വരമ്പത്തൂടെ നടന്നു. പടിപ്പുരയുടെ ഒതുക്കുകൾ ചവിട്ടിക്കയറി 4 കെട്ടിന്റെ വിശാലമായ മുറ്റത്ത്. ഭൂമുഖത്ത് ചില നമ്പൂതിരിമാർ മുറുക്കിക്കൊണ്ടിരിക്കുന്നു. അമ്മ നേരെ 4 കെട്ടിന്റെ പിൻഭാഗത്തേക്ക് നടന്നു. ഗോപിയും അമ്മയെ അനുഗമിച്ചു. വലിയ പരിചയമുള്ളതുപോലെയാണ് അമ്മയുടെ ഭാവം. 4 കെട്ടിന്റെ പിൻഭാഗത്തുള്ള ഉരൽപ്പുരയിലേക്ക് കയറി ചെന്നപ്പോൾ അവിടെ നെല്ല് കൊത്തിക്കൊണ്ടിരുന്ന 2 പെണ്ണുങ്ങൾ നെല്ല് കൊത്ത് മതിയാക്കി അമ്മയെ നോക്കി. എവിടുന്നാണാവോ? ഇന്ന സ്ഥലത്തെ ഇന്ന വീട്ടിൽ നിന്നാണെന്ന് അമ്മ പറഞ്ഞു. അപരിചിത ശബ്ദം കേട്ടതുകൊണ്ടാവാം അധികാരി നമ്പൂതിരിയുടെ അന്തർജനം പെട്ടെന്ന് പുറത്തേക്ക് വന്ന് ഉപചാര സ്വരത്തിൽ ചോദിച്ചു, അല്ല കുഞ്ചുകുട്ടിയല്ലേ? ഇത് എന്താ കഥ? എത്ര കാലായി കണ്ടിട്ട്? ഇങ്ങോട്ട് കേറിയിരിക്കൂ. അമ്മ ഇരുന്നില്ല. വിനയം ഭാവത്തിൽ ഒതുങ്ങി നിന്നതേയുള്ളൂ. മകനല്ലേ? ഗോപിയെ നോക്കിക്കൊണ്ട് അത്തേമാര് ചോദിച്ചു.
അതെ. എത്രയിലാ പഠിക്കണത്? പഠിക്കണമൊന്നുമില്ലേ. എന്തേ? സാധിക്കാഞ്ഞിട്ടെന്നെ. ഗോപി ഒന്ന് മൂളി. അമ്മ പറഞ്ഞത് പരമാർത്ഥമാണെങ്കിലും സാധിക്കാഞ്ഞിട്ടാണെന്ന് അദ്ദേഹമാരോട് പറയേണ്ടിയിരുന്നില്ല. അവനവന്റെ പ്രാരബ്ധം, നിസ്സഹായത മറ്റുള്ളവരോട് പറയുന്നത് കേൾക്കുമ്പോൾ വിഷമം തോന്നുന്നു. ഉടൻ അവൻ മറ്റൊരു വിധത്തിലും ചിന്തിച്ചു. പരമാർത്ഥം ഒളിച്ചു വെക്കുന്നതിലും അർത്ഥമില്ല. ഇപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് തന്നെ പ്രാരബ്ധ കാരണമല്ലേ? അത് മറച്ചു വെക്കാനാവുമോ? ഗോപിക്ക് ഉരപ്പുരയിലെ പെണ്ണുങ്ങളുടെ ഇടയിൽ നിന്ന് പോരാൻ തോന്നി. അവർ പതുക്കെ അമ്മയോട് ചോദിച്ചു, അമ്മേ, ഞാൻ പടിപ്പുരയിലേക്ക് പോട്ടെ? പൊയ്ക്കോ, അവിടെ തന്നെ ഉണ്ടാകണേ, വിളിച്ചാൽ ക്ഷണം വരണം. ശരി. അവൻ പടിപ്പുരയിലേക്ക് നടന്നു. അവിടെ ഒരാൾ കുന്തിച്ചിരുന്ന് നാക്കിലെ തുളച്ച് വൃത്തിയാക്കിയാണ്. കുട്ടി, അവിടുന്നാ വരണത്? അങ്ങാടിപ്പുറത്തുനിന്ന്. അങ്ങാടിപ്പുറത്ത് എവിടെയാ? തിരുമന്താംകുന്ന് ക്ഷേത്രത്തിന്റെ അടുത്ത്. ഇപ്പോ പൂരൊക്കെ കേമാറില്ലേ? ഉവ്വ്. തിരുമന്താംകുന്നിലമ്മേ, രക്ഷിക്കണേ. അയാൾ തുടച്ചു വൃത്തിയാക്കിയ ഇലകൾ പടിപ്പുരയുടെ കോണിച്ചോട്ടിൽ കൊണ്ടുപോയി വെച്ചു. എന്നിട്ട് ഇനിയും ഒരുപാട് പണികൾ ചെയ്തു തീർക്കാനിരിക്കുന്നുണ്ട് എന്ന ഭാവത്തിൽ നാലുകെട്ടിന്റെ പിൻഭാഗത്തേക്ക് ധൃതിപ്പെട്ടു പോയി. ഗോപി പടിപ്പുരയുടെ തിണ്ണമേലിരുന്നു. മുന്നിൽ വിശാലമായ മുറ്റം. ഒരു 100 പരമെങ്കിലും നിവർത്തിയിടാം. വിശപ്പ് സഹിക്കുന്നില്ല. ചുട്ടപ്പപ്പടത്തിന്റെ ശക്തി എപ്പോഴോ തീർന്നിരിക്കുന്നു. ഇല്ലങ്ങളിൽ അപ്പവും അടയും എപ്പോഴും കാണുമെന്ന് കേട്ടിട്ടുണ്ട്. ഊണിന് മുമ്പിൽ അങ്ങനെ വല്ലതും കിട്ടിയിരുന്നെങ്കിൽ ശ്വാസം വിടാമായിരുന്നു. അപ്പവും അടയും അമ്മയ്ക്ക് കിട്ടിക്കാണുമോ? ഉണ്ടാവില്ല. കിട്ടിയാൽ തൽക്ഷണം അമ്മ തന്നെ വിളിച്ച് തരാതിരിക്കില്ല. ഈ ഇല്ലത്ത് നമ്പൂതിരിമാരും അന്തച്ചനങ്ങളും ഉണ്ണി നമ്പൂതിരിമാരും കുഞ്ഞാത്തോലും ഒക്കെ ആയിട്ട് എത്ര പേർ കാണും? ബാല്യക്കാരും ബാല്യക്കാരികളും തലങ്ങും വിലങ്ങുമായി ഒരുപാട് പേരുണ്ടെന്ന് മനസ്സിലായി. നേരം ഉച്ചയായി. നമ്പൂതിരിമാർ ഊണ് കഴിഞ്ഞ് എമ്പക്കം ഇട്ടുകൊണ്ട് 4 കെട്ടിന്റെ പൂമുഖത്ത് പ്രത്യക്ഷപ്പെടുന്നു. ഇനി അവർക്ക് ആവശ്യം വിശ്രമമാണ്. 4 കെട്ടിന്റെ കോലായിൽ നിന്നുകൊണ്ട് കുറച്ചു നേരം മുമ്പ് ഇല്ല തുളച്ചു വൃത്തിയാക്കിയ ആൾ ഗോപിയെ തപ്പോട്ട് വിളിച്ചു. വരൂ, ഉണ്ണാൻ വരൂ. ചെന്നു. ഉമ്മറത്ത് 10-15 ഇലകൾ ഇട്ടിരിക്കുന്നു. എല്ലാവരും ഇലയ്ക്ക് മുമ്പിൽ വന്നിരുന്നു. നല്ല ചെറിയൊരു ചോറ്, പുളിങ്കറി, നേന്ത്രക്കായ തോല് കൊണ്ടുള്ള ഉപ്പേരി, നാരങ്ങാക്കറി, പപ്പടം, എല്ലാം ബഹുസ്വാദ്. ഇഷ്ടം പോലെ മതിയാവോളം ഊണ് കഴിച്ചു. എച്ചില തൊടിയിലേക്കിട്ട് കൈ കഴുകി വീണ്ടും പടിപ്പുറമളയിലേക്ക് വന്നു. വീട്ടിൽ നിന്ന് പുറപ്പെട്ട ശേഷം മഴ പെയ്തിട്ടില്ല. ഇപ്പോഴും ആകാശത്തിൽ മഴക്കോളൊന്നും കാണാനില്ല. ഇനി തിരിച്ച് വീട്ടിലെത്തുന്നവരെ മഴ പെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കുട ഇല്ലാത്തതല്ലേ, പിന്നെ നെല്ല് കിട്ടിയാൽ അത് വീട്ടിലെത്തിക്കുകയും വേണമല്ലോ. വല്ലാത്ത ക്ഷീണം, വയറ് നിറഞ്ഞ ക്ഷീണമാണിപ്പോൾ. ഉറക്കം വരുന്നു. ഉറങ്ങരുതെന്ന് ഉണ്ട് താനും. വളയിൽ കെട്ടിത്തൂങ്ങിയിരിക്കുന്ന വെള്ളരിക്ക കാണാൻ ഇല്ലാതാവുന്നുണ്ടോ? കണ്ണുകൾ അടയ്ക്കുന്നുണ്ടോ? കിടക്കണം, അല്ലാതെ നിവൃത്തിയുമില്ല. കിടന്നു. കിടക്കേണ്ട താമസം ഉറങ്ങുകയും ചെയ്തു. ഉറക്കത്തിൽ കാര്യകാരണമൊന്നുമില്ലാത്ത ചില സ്വപ്നങ്ങളും കണ്ടു. വെള്ളരിക്ക, ഉറി, പ്ലാവില തിന്നുന്ന ആടുകൾ, നാക്കില തുടയ്ക്കുന്ന വാര്യക്കാരൻ, വാഴക്കുടപ്പനിൽ നിന്ന് തേൻ കുടിക്കുന്ന അണ്ണാൻ, കടിപിടി കൂടുന്ന നായ്ക്കൾ, തേക്കിലയില് പടച്ചോറുമായി വരുന്ന അമ്മക്കുട്ടി വാരസ്യർ, ഇട്ടിച്ചിരി അമ്മയുടെ മകൾ മീനാക്ഷിക്കുട്ടി. അങ്ങനെ ഒന്നിനോടൊന്ന് ബന്ധമില്ലാത്ത സ്വപ്നങ്ങൾ. ഉറക്കമുണർന്നപ്പോൾ അമ്പരപ്പ് തോന്നി. പടിപ്പുരയിൽ ആരുമില്ല. വളയിൽ വെള്ളരിക്ക മാത്രമുണ്ട്. നേരം എത്രയായെന്നറിഞ്ഞുകൂടാ. ചുറ്റുപാടുകളിൽ ഒരു മൂടൽ. കുളത്തിൽ പോയി കാലും മുഖവും കഴുകി വന്നപ്പോൾ അമ്മയും പടിപ്പുരയിലെത്തിയിരിക്കുന്നു. അധികാരി നമ്പൂരിയെ കണ്ടോ? ഇല്ല, കാണാൻ പോവുകയാണ്. എവിടെയാ അദ്ദേഹം? ഇവിടെ തന്നെ, ഈ പടിപ്പുര മാളയുടെ മുകളില്. പോവായോ? ഉവ്. കൂടെ നീയും വന്നോ? അമ്മയുടെ പിന്നാലെ നടന്നു. അമ്മ ചോദിച്ചു, ശരിക്കുണ്ടില്ലേ? ഉവ്. കോണി കയറി പടിപ്പുറ മാളികയുടെ മുകളിലെത്തി. അധികാരി നമ്പൂതിരി ചാരുകസേരി മറന്നു കിടക്കുന്നു. ആരാ? കുഞ്ചിക്കുട്ടിയല്ലേ? അമ്മ വിനയത്തോടെ ചിരിച്ചു. വന്നിട്ടുണ്ടെന്ന് എടുത്തി പറഞ്ഞു. കൂടെ കണ്ടത് മകനല്ലേ? അതെ, മറന്നുപോയി. എന്താ പേര്? ഗോപിനാഥൻ. ഗോപി എന്ന് വിളിക്കും. എത്രയല്ല പഠിക്കണത്? പഠിപ്പൊക്കെ നിർത്തി. എന്തേ? സാധിക്കാണ്ട് ആയോണ്ട് തന്നെയാ. മൂത്ത മകൻ എവിടെയപ്പോ? അവന്റെ പാട്ടിലാണെങ്കിൽ ഞാനിങ്ങനെ കഷ്ടപ്പെടുവോ? ആള് മൊസടനാ, നാട്ടിലില്ലേ? ഒക്കെ കൃഷ്ണാർപ്പണം വെച്ച് പട്ടാളത്ത് പോയി. പണമൊന്നും അയക്കാറില്ലേ? പണം അയക്കുന്നു. ആർക്ക്? എനിക്കോ? അതിനൊക്കെ ഞാൻ സുഗതം ചെയ്തിട്ടുണ്ടോ? അമ്മ പൊട്ടിക്കരഞ്ഞു പോയി. കുറച്ചു നേരത്തിന് ആരും ഒന്നും സംസാരിച്ചില്ല. അമ്മയുടെ മുണ്ടിന്റെ കോന്നൽ കൊണ്ട് മോന്തടച്ചു. ഇവിടെയൊക്കെ ഒന്ന് കാണണം വരിക, പെടുത്തോളാം. അധികാരി നമ്പൂതിരി ഒന്ന് അനങ്ങിയിരുന്നു. അമ്മ ഗദ്ഗത്തോട് പറഞ്ഞു, നീ കഷ്ടത്തിലാണ്, വല്ലതും സഹായിക്കണം. അമ്മ വീണ്ടും തെങ്ങിക്കരയാൻ തുടങ്ങി. അധികാരി നമ്പൂതിരി പറഞ്ഞു, ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും അസ്കിതയുണ്ട്, നല്ലോണം അസ്കിതയുണ്ട്. ഗോപി ഉത്കണ്ഠയോടെ അമ്മയെയും അധികാരി നമ്പൂതിരിയെയും മാറി മാറി നോക്കി. 5 പറ നെല്ല് തന്ന് സഹായിക്കണം. കരഞ്ഞുകൊണ്ട് തന്നെയാണ് അമ്മ പറഞ്ഞത്. ഇവിടുത്തെ സ്ഥിതി ദൈവത്തിനെ അറിയും. 5 പറ പോയി 1 മണി നെല്ല് പോലും ഇവിടെ ഇല്ല.
കന്നിയില് കൊയ്താലല്ലാതെ നെല്ലിന്റെ മണി കാണാൻ നോക്കണ്ട. അങ്ങനെ പറയരുത്. 5 ഇല്ലെങ്കിൽ കുറച്ചെങ്കിലും. അമ്മ മുഴുമിക്കുന്നതിന് മുമ്പ് തന്നെ അധികാരി നമ്പൂതിരി പറഞ്ഞു. പരമാർത്ഥം പറഞ്ഞു. ഞാൻ നിരീച്ചാൽ ഒരു വഴിയില്ല. എന്താച്ചാൽ അത് നെല്ലിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഈ പണത്തിന്റെ കാര്യമാണെങ്കിൽ ഒരു 5 ഉറുപ്പ്യക്ക് എന്താ വഴി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വല്ലാത്തൊരു കാലം. ഞാൻ വെറും കൈയോടെ പോണമെന്നാണോ? ഞാൻ നിരീച്ച ഒരു നിവൃത്തിയില്ല. എനിക്ക് പറയാൻ അത്രേ ഉള്ളൂ. എന്നാൽ ഞാൻ പോയിക്കോളൂ, സങ്കടമില്ലാഞ്ഞിട്ടല്ല. അമ്മ മെല്ലെ കോണിപ്പടങ്ങി ഇറങ്ങി താഴോട്ട് നടന്നു. അത്തേമാരോട് പോവാന്ന് പറഞ്ഞു വരട്ടെ. അമ്മ നാലുകെട്ടിന്റെ പിൻഭാഗത്തേക്ക് നടന്നു. ക്ഷണനേരം കൊണ്ട് തിരിച്ചെത്തുകയും ചെയ്തു. നടന്നോ? ഗോപി അമ്മയുടെ പിറകെ നടന്നു. വെറും കൈയോടെ തിരിച്ചു പോകേണ്ട ഗതികേട്. എന്തെങ്കിലും കിട്ടുമെന്ന് കരുതിയിരുന്നു. ഒന്നും കിട്ടിയില്ല. ഊണ് കിട്ടിയതിലാവും. അതും കൂടി കിട്ടിയില്ലായിരുന്നെങ്കിൽ സ്ഥിതി എന്താകുമായിരുന്നു? തിരിച്ചു പോരാനും കൂടി സാധിക്കില്ലായിരുന്നു. നടക്കാൻ ശക്തി വേണ്ടേ? ഇപ്പോൾ അതുണ്ട്. അമ്മയുടെ മുഖത്തേക്ക് ഒന്നേ നോക്കിയുള്ളൂ ഗോപി. എല്ലാ വേദനകളും നിഴലിച്ച മുഖം. ഒരക്ഷരം പോലും കുറെ നേരത്തേക്ക് പറഞ്ഞില്ല. നിശബ്ദത, വേദന. ഒടുവിൽ അമ്മ വേദനാസ്വരത്തിൽ പറഞ്ഞു, എന്നാലും അദ്ദേഹം അങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നില്ല. ഇതാണ് ദുഃഖം എന്ന അധ്യായം. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെയുള്ള അനുഭവങ്ങൾ തന്നെയാണ് ഇവിടെയും ഉള്ളത്. തീഷ്ണത, അനുഭവത്തിന്റെ വേദന, അതുണ്ടാക്കുന്ന അപമാനം. ഭക്ഷണത്തിനും 5 പറ നെല്ലിനും വേണ്ടി അതിൽ ഭക്ഷണം കിട്ടിയത് നന്നായി എന്ന് വിശ്വസിക്കുന്ന ഒരു കാലമാണ്. ഏതായാലും നിങ്ങളും വായിക്കണം. ദുഃഖം എന്ന അധ്യായത്തെ തുടർന്ന് മിന്നാമിനുങ്ങ് എന്ന അധ്യായമാണ്. അത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറയുന്നു. ഓക്കെ.